നമസ്കാരം. മെയ് 31 വേൾഡ് നോ ടുബാക്കോ ഡേ, അതായത് പുകയില വിരുദ്ധ ദിനം. എല്ലാ വർഷവും നമ്മൾ ഇത് ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം പൊതുജനങ്ങൾക്ക് പുകയിലയെക്കുറിച്ചും അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ അൺമാസ്കിംഗ് ദ അപ്പീൽ എന്നാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ടുബാക്കോ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ ഒരുപാട് ടാക്ടിക്സ് ആൻഡ് ഗിമ്മിക്സ് ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ അവരുടെ പ്രൊഡക്ട്സ് വിറ്റുപോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിനെ അൺമാസ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ പുകയില പോലുള്ള ഇത്രയും അപകടകാരിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് അതിലോട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് കമ്പനികൾ ഒരുപാട് ഗിമ്മിക്സ് ഉപയോഗിക്കുന്നുണ്ട്, ടാക്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ അൺമാസ്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷം WHO ഉദ്ദേശിക്കുന്നത്. MVR ക്യാൻസർ സെൻ്ററും അതുമായിട്ട് കൈകോർക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ പുകയിലയെക്കുറിച്ചും അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതാണ്. ഞാൻ ഡോക്ടർ സുധീഷ് മനോഹരൻ, ഹെഡ് ആൻഡ് നെക്ക് സർജനാണ്. ഡോക്ടർ കൗമുദി പൾമോളജിസ്റ്റാണ്, നെഞ്ചുരോഗ ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റാണ്. ശില്പ സൈക്കോ ഓങ്കോളജിസ്റ്റാണ്, ടൊബാക്കോ സെസേഷൻ ക്ലിനിക്ക് ലീഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡോക്ടർ കൗമുദി, ടുബാക്കോയുടെ ഒരു ഹെൽത്ത് ഹസാർഡ്, ടുബാക്കോ കൊണ്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ടുബാക്കോ എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, നമ്മളത് എടുത്തു തുടങ്ങുന്ന ആ ഒരു ടൈം, നമ്മുടെ ഇപ്പോൾ ഒരുപാട് പുകയില ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ആ ഒരു ലിപ്സിലും ടീത്തിലും വരെ ഡിസ്കളറേഷൻ കാണാം. അപ്പോൾ ടീത്തിൽ ഡിസ്കളറേഷൻ മാത്രമല്ല, ശരിക്കും ടീത്തിൻ്റെ കോട്ടിങ് ഇനാമലിനെയൊക്കെ ഡാമേജ് ചെയ്തിട്ട് ഉള്ളതാണ് ടീത്ത്, ടങ് അതുപോലെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് ഉള്ളിലേക്ക് പോകുമ്പം നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെയാന്ന് പറഞ്ഞിട്ട് ആ ഒരു മെറ്റീരിയൽ, ഒരു ബ്ലാക്ക് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് ടാറാണ്. ടുബാക്കോയിൽ ഏകദേശം ഒരു 4000 to 5000 കെമിക്കൽസാണ് നമ്മൾ ഒരു സിഗരറ്റിൽ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ടാറ് നമ്മൾ പോകുന്ന വഴിയിലും ആ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മെല്ലെ മെല്ലെ അവരുടെ ടേസ്റ്റ് സെൻസേഷൻ, അവർക്ക് മണക്കാനുള്ള ആ ഒരു സ്മെൽ സെൻസേഷനൊക്കെ കുറവായിരിക്കും മിക്ക ആൾക്കാരിലും. പിന്നെ മൗത്തിലെ ഏറ്റവും വലിയൊരു ഹെൽത്ത് ഹസാർഡാണ് ഓറൽ ക്യാൻസേഴ്സ് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ടുബാക്കോ യൂസാണ്. ഇത് കഴിഞ്ഞ് ടുബാക്കോ താഴേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശത്തിനൊരു ഹെയർ ലൈക്ക്, നമ്മുടെ ടൈനി ഹെയർ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, സീലിയ എന്ന് പറയുന്നത്. ഈ സീലിയ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വരുന്ന അണുബാധ എല്ലാം തടഞ്ഞു നിർത്തുന്നത് ഈ സീലിയ പോലത്തെ സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ അതിന് ഡാമേജ് വരുന്നത് വഴി സ്മോക്കിംഗ് ക്രോണിക്കായി ചെയ്യുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ സ്മോക്ക് എക്സ്പോഷർ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത, ഇൻഫെക്ഷൻസ്, കഫക്കെട്ട് അതെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ലങ്സിൽ വരുമ്പോൾ ലങ്സിൽ COPD, ലങ് ക്യാൻസർ, അതായത് ഈ ടുബാക്കോ വന്നിട്ട് അതിൻ്റെ കെമിക്കൽസ് നമ്മുടെ DNA റിപ്പയർ മെക്കാനിസത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ അഫക്റ്റ് ചെയ്യുന്നത് വഴി ലങ് ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ വരാനുള്ള സാധ്യത, ശ്വാസകോശം ചുരുങ്ങി പോകുന്ന COPD നമ്മൾ കേട്ടിട്ടുണ്ടാവും, ബ്രോങ്കൈറ്റിസ്, എംഫൈസീമ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ടുബാക്കോയിൽ ഒരു മെയിൻ കണ്ടൻ്റാണ് നിക്കോട്ടിൻ. ഈ നിക്കോട്ടിൻ വന്ന് നമ്മുടെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡിനുള്ളിൽ അത് ബ്രെയിനിലെത്തും എന്നാണ്. ബ്രെയിനിലെത്തിക്കഴിഞ്ഞാൽ ചില കെമിക്കൽസ് റിലീസ് ചെയ്യും, ഡോപ്പമിൻ, എൻഡോർഫിൻസ്. ഇതെന്ത് ചെയ്യും, നമുക്കൊരു പ്ലഷറബിൾ ആയിട്ടുള്ളൊരു ഫീൽ തരും, അതായത് ഒരു ഉത്തേജനം പോലെ. അപ്പോൾ ഈ ഒരു ഫീലാണ് എല്ലാവരെയും എന്ത് ചെയ്യുന്നത്, വീണ്ടും ടുബാക്കോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും എന്താ പറയുക, പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കെമിക്കൽ റിലീസാണ്. അത് നമ്മൾ അറിയുന്നില്ല, പക്ഷേ സ്ലോലി നമ്മൾ ആ പാർട്ട് ഓഫ് അഡിക്ഷൻ ആയി പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ നിക്കോട്ടിൻ എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡ് വെസൽസിൽ എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് ക്ലോട്ട് ഫോം ചെയ്യാനുള്ള, പ്ലേറ്റ്ലെറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് ക്ലോട്ട് ഫോം ചെയ്യും. ക്ലോട്ട് ഫോം ചെയ്യുന്നത് വഴി നമുക്ക് തലച്ചോറിൽ സ്ട്രോക്ക്, പിന്നെ ഹാർട്ട് അറ്റാക്ക് വരിക, ഇതെല്ലാം കോമൺ ആയിട്ട് വരാനുള്ള ഒരു റീസൺ ഒത്തിരി നാൾ ടുബാക്കോ യൂസ് ചെയ്യുന്നവരിൽ. പിന്നെ നമുക്ക് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഹാംഫുൾ കെമിക്കൽ, ഈ കെമിക്കലും അതെ ബ്ലഡിലെത്തിയിട്ട് ഓക്സിജൻ ഇരിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം ഈ കാർബൺ മോണോക്സൈഡ് കയറിയിരിക്കും. അപ്പോൾ ആ കാർബൺ മോണോക്സൈഡ് അങ്ങനെ ശരീരത്തിലെ അളവ് കൂടുന്നത് വഴി ഓക്സിജൻ്റെ അളവ് കുറയുകയും ആദ്യം ചെറിയ കിതപ്പായി തുടങ്ങി പിന്നെ നല്ല ശ്വാസം മുട്ടും, ഒരു സെൻറ്റൻസ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സ്ഥിരമായിട്ട് ടുബാക്കോ യൂസ് ചെയ്യുന്നവരിൽ അത്രയും ശ്വാസം മുട്ട് വരാനുള്ള ഒരു സാധ്യത
ഓവറോൾ എഫക്റ്റ്. എനിക്ക് തോന്നുന്നു ഏകദേശം അടി മുതൽ മുടി വരെ ബാധിക്കുന്ന ഒരു ഇതാണ്, ശരീരത്തിലെ ഏത് അവയവത്തിനെയും ബാധിക്കാവുന്ന ഒരു സാധനമാണ്. അതായത് നമ്മുടെ വായം തുടങ്ങി സാധാരണ മോണരോഗം അല്ലെങ്കിൽ പല്ലിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വായിലെ ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ, ശ്വാസകോശത്തിലെ ക്യാൻസർ, അതുപോലെ തന്നെ ടുബാക്കോ റിലേറ്റഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ വിചാരിക്കുന്നത് വായിലെ അല്ലെങ്കിൽ ലങ്സിലെ ക്യാൻസർ മാത്രം. പക്ഷെ അത് മാത്രമല്ല, വേറെ ഒരുപാട് ക്യാൻസറുകൾ, അതെ, തൊണ്ടയിലെ ക്യാൻസർ വരാം. അതുപോലെ ഈവൻ യൂറിനറി ബ്ലാഡറിലെ ക്യാൻസർ വരെ ടുബാക്കോ റിലേറ്റഡ് ആണ്. കോളനിലെ ക്യാൻസർ, അന്നനാളത്തിലെ ക്യാൻസർ, ഇതെല്ലാം ടുബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകളാണ്. അപ്പം ശില്പ, ഇപ്പം നമ്മൾ ഇത്രയും ഹെൽത്ത് ഹസാർഡ്സ് പറഞ്ഞു, ഇത്രയും പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു, 5000 മുതൽ 7000 കെമിക്കൽസ് വരെ ഒരു ടുബാക്കോയിലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു ടുബാക്കോ വീണ്ടും വീണ്ടും അതിലോട്ട് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിന് 2 തരത്തിൽ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് മാം പറഞ്ഞ ഡോപ്പമിൻ്റെ എൻഡോർഫിൻ്റെ ഒക്കെ ഇഫക്റ്റ്. ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് വളരെ പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. സോ എപ്പോഴും നമ്മൾ പ്ലഷർ സീക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിഗരറ്റിൽ തുടങ്ങി അതിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുപോകുന്ന ഒരു ലെവലിലേക്ക് എത്തും. രണ്ടാമത്തേത്, ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. അത് പലതരത്തിൽ, അതിൻ്റെ പാക്കേജിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് എൻഡോസ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നമുക്ക് താല്പര്യം തോന്നുന്ന തരത്തിൽ, നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തവണത്തെ WHO ഒരു തീം എന്ന് പറയുന്നത് തന്നെ അതാണ്, ആ മാർക്കറ്റിംഗ് ഗിമിക്സിനെ നമ്മൾ അൺമാസ്ക് ചെയ്യുക. ഇത് ഹാംഫുൾ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിനൊപ്പം തന്നെ ആ ഹാംഫുൾ ഇഫക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരാതിരിക്കാൻ വേണ്ടി മാർക്കറ്റിംഗ് കമ്പനീസ് ചെയ്യുന്ന പല ഗിമിക്സ് ഉണ്ട്. അതിനെ മാസ്ക് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വേറെ ഒന്ന്, വൾനറബിൾ ആയിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഇതിലേക്ക് എത്താൻ സാധ്യത കൂടുതലുള്ള എസ്പെഷ്യലി കുട്ടികൾ, ടീനേജേഴ്സ്, ഇവരിലേക്കൊക്കെ ഇതിനെ കൊണ്ടെത്തിക്കുക. അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഇതുപോലെ അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾ വളരെ കൂളാവുന്നു, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളൊരു പോസിറ്റീവ് ഒരു ഇമേജ് ഉണ്ടാവുന്നു, ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ കുട്ടികളിൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ അവരെ ഈ ഒരു ഹാബിറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ പലതരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ്, ഇത് നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ മോറൽ ആസ്പെക്ട്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. 2, നമ്മളിതിലേക്ക് എത്താണ്ടിരിക്കാൻ സ്വയം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നിക്കോട്ടിൻ അഡിക്ഷനാണ് മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? നിക്കോട്ടിൻ കൊണ്ടുള്ള ഈ ഒരു വ്യക്തി ഒരു സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ പുകയില മുറുക്കുന്നത് ഇതിനകത്തുള്ള കെമിക്കൽസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇതിനകത്തുള്ള നിക്കോട്ടിനും അതുമൂലം ബ്രെയിനിൽ ഉണ്ടാക്കുന്ന പ്ലഷറും സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. കറക്റ്റാണ്. ഏകദേശം ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം 80 ലക്ഷത്തോളം ആളുകളാണ് ലോകത്ത് ഓരോ വർഷവും ടുബാക്കോ റിലേറ്റഡ് ഡിസീസുകൾ മൂലം മരിക്കുന്നത്. അതായത് ടുബാക്കോ മൂലം മരിക്കുന്ന 80 ലക്ഷത്തോളം ആളുകളാണ്. അതിലും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 കോടിയിൽ താഴെ കുട്ടികൾ ഇപ്പോൾ ടുബാക്കോ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഡോക്ടർ കൗമുദിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കുട്ടികൾ ഈ ഉപയോഗിക്കുന്നത് മൂലം എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? കുട്ടികൾ ഉപയോഗിക്കുമ്പം ഓഫ് കോഴ്സ്, പ്രത്യേകിച്ച് ഒരു ചൈൽഡ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ്, ഇപ്പോൾ നമുക്ക് അവരെ കൺസീവ് ചെയ്യുന്ന ടൈം മുതൽ എക്സ്പോഷർ ഹാംഫുൾ ആണ്. ഇപ്പം പ്രഗ്നൻസി ടൈമിൽ നമ്മൾ പറയും സ്മോക്ക് എക്സ്പോഷർ പാടില്ല എന്ന്. കാരണം അത് മുതൽ, കാരണം ഒരു കുട്ടിയുടെ ഫസ്റ്റ് 5 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് വളരെ ക്രൂഷ്യലാണെന്ന് നമ്മൾ പറയും. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, അവരുടെ കോഗ്നിറ്റീവ് ലേണിംഗ് എല്ലാം നടക്കുന്ന ഒരു ടൈമാണ് ചൈൽഡ്ഹുഡ്, ഒരു ക്രൂഷ്യൽ പോയിൻ്റാണ്. അപ്പോൾ ആ പോയിന്റിൽ നമ്മൾ ടുബാക്കോ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുകയും, പ്രത്യേകിച്ച് അറ്റൻഷൻ സ്പാൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അറ്റൻഷൻ സ്പാൻ കുറയുമ്പോൾ എന്ത് പറ്റും, ആ ഒരു കുട്ടികൾക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും, അവർക്ക് ലേണിങ്ങിൻ്റെ ഡിസബിലിറ്റീസ് മെല്ലെ, അതായത് ഏറെ നേരം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ റെസ്റ്റ്ലെസ് ആയിരിക്കും കുട്ടികൾ. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് തിങ് നമ്മൾ നോട്ടീസ് ചെയ്യുക ഈ ടുബാക്കോ യൂസ് ചെയ്യുന്ന ഇതിൽ. അതുപോലെ തന്നെ അവർക്ക് ഈ ഹെൽത്ത് ഹസാർഡ്, പ്രത്യേകിച്ച് വീസിങ് ഇഷ്യൂസ് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ സ്മോക്ക് എക്സ്പോഷർ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയ വീസിങ് ഇഷ്യൂസ്, റെക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ വരിക, ഈ പറഞ്ഞ ഈ പ്രൊട്ടക്റ്റീവ് ലെയറിനെ എല്ലാം ഡാമേജ് ചെയ്യും സ്മോക്ക്. അവർ സ്മോക്ക് ചെയ്തില്ലെങ്കിലും അവർക്ക് വേറൊരാളുടെ നിന്ന് സ്മോക്ക് കിട്ടിയാൽ അപ്പം എപ്പോഴും ഇൻഫെക്ഷൻ വരാനുള്ളത്, വീസിങ് ഇഷ്യൂസ്, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടുബാക്കോ. കുട്ടികൾ സ്മോക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, പക്ഷെ സ്മോക്ക് ചെയ്യാത്ത കുട്ടികളെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് ശില്പയ്ക്ക് പറയുന്നത്? സ്മോക്ക് ചെയ്യാത്ത ക്ലീൻ ആയിട്ടുള്ള കുട്ടികളെ പോലും എക്സ്പോസ്ഡ് ആണ്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത്
ഈ 2 തരത്തിലാണ് സ്മോക്കിംഗ് വരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആക്റ്റീവ് സ്മോക്കിംഗ് ഉണ്ട്, നമ്മൾ സ്മോക്കിംഗ് എന്നുള്ള ഒരു രീതിയിൽ നേരിട്ട് സ്മോക്ക് ചെയ്യുന്നു. അതെ, നേരിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഏത് തരത്തിലാവാം, സ്മോക്ക് ആയിക്കോട്ടെ, സ്മോക്ക്ലെസ് ആയിക്കോട്ടെ, ടൊബാക്കോ നേരിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇതുപോലെ തന്നെ നമുക്കൊരു ആക്റ്റീവ് റിസ്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരെങ്കിലും പുകവലിക്കുന്നവരുണ്ടെങ്കിൽ കുട്ടികളുടെ പ്രസൻസിൽ പുകവലിക്കുക അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുക. അത് കാരണം അവർ എക്സ്ഹേൽ ചെയ്യുന്ന ഈ സ്മോക്ക് കുട്ടികൾ ഇൻഹേൽ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. മറ്റൊരു ഇഷ്യൂ വരുന്നത് തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് ആണ്. തേർഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രതലത്തിലൊക്കെ ഇതിൻ്റെ കണ്ടന്റ് ഉണ്ടാവുന്നു എന്നുള്ള. അപ്പോൾ ആക്റ്റീവായിട്ട് സ്മോക്ക് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ നമ്മൾ സീരിയസ് ആയിട്ട് കാണുമ്പോൾ അതുപോലെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പാസീവ് സ്മോക്കിങ്ങും തേർഡ് ഹാൻഡ് സ്മോക്കിങ്ങും ഒക്കെ കാരണം ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ്. പാസീവ് സ്മോക്കിംഗ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു വ്യക്തി സിഗരറ്റ് വലിച്ച് പുറത്തേക്ക് വിടുന്ന പുക നേരിട്ട് ശ്വസിക്കുന്നതിനാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതായത് അത് നേരിട്ട് സ്മോക്ക് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന അതേ ദൂഷ്യഫലങ്ങളെല്ലാം ഈ അടുത്ത് നിന്ന് ശ്വസിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ ഒരു സ്മോക്കർ, നമ്മുടെ ഫ്രണ്ട്സ് സ്മോക്കർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എക്സ്പോസ്ഡ് ആയിരിക്കും. അത് പലർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പാസീവ് സ്മോക്കിംഗ് ഇപ്പോൾ എനിക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. പക്ഷേ തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് ആണ് പലർക്കും അറിയാത്തൊരു കാര്യം. കാരണം അത് അത്ര അതിനൊരു വേണ്ടത്ര ഇമ്പോർട്ടൻസ് കിട്ടിയില്ല എന്ന് തോന്നുന്നു. തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഈ പുക എന്ന് പറഞ്ഞാൽ പുകയായിട്ടല്ല, അതിനകത്തെല്ലാം എയറോസോൾസ് ആണ്. എയറോസോൾസ് എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങൾ അതിനകത്തുണ്ട്. അത് ഈ പൊടിപടലങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം ടുബാക്കോയിലുള്ള ആ ഹാംഫുൾ കെമിക്കൽസ് ആണ് ഈ പൊടിപടലങ്ങൾ അടങ്ങിയത്. അപ്പോൾ ഈ പുകയെല്ലാം അടങ്ങിക്കഴിയുമ്പോൾ ഇതിനകത്തുള്ള എയറോസോൾസ് എല്ലാം നമ്മുടെ പ്രതലങ്ങളിൽ അടിഞ്ഞുകൂടും. നമ്മുടെ കസേര ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, വീട്ടിലെ കുട്ടികളുടെ ടോയ്സിലായിക്കോട്ടെ, എല്ലാവിടെയും ഇത് അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അപ്പം അത് കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ച് നിറമോ അല്ലെങ്കിൽ മണമോ ഒന്നുമില്ല. മാത്രമല്ല അതിനൊരു ടേസ്റ്റോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് തുടച്ചാലോ സോപ്പിട്ട് കഴുകിയാലോ പോകുന്നതല്ല. ദിവസങ്ങളോളം ഒരു പ്രതലത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയ വേഗം എടുത്ത് വായിലിടും അല്ലേ. അപ്പം ഈ ഒരു സ്മോക്കറുള്ള വീട്ടിലാണെന്ന് പറഞ്ഞാൽ അവരുടെ ടോയ്സിലെല്ലാം ഇത് അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അവരെടുത്ത് വായിലിടുമ്പോൾ ഇതെല്ലാം അവർ ഇൻഡയറക്ട്ലി ഇൻജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ കുട്ടികൾ സ്മോക്കർ ആണെങ്കിൽ ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്മോക്കിംഗ് സാധനങ്ങൾ കൊണ്ടുപോകുന്നില്ല, ഞാനിത് പുറത്തുനിന്നാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കുട്ടികളെ ഞാൻ ഇതിലേക്ക് എക്സ്പോസ് ആക്കുന്നേ ഇല്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പലരും പറയുന്ന കാര്യമാണിത്. പക്ഷേ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കുട്ടികളെ കാണുമ്പോൾ അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ടാവും, ഉമ്മ വയ്ക്കുന്നുണ്ടാവും. അതിലൂടെ അവരിലേക്ക് ഇതിൻ്റെ ഇഫക്റ്റ് നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും റിയലൈസ് ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മൾ സ്വയം പോയിട്ട് നമ്മുടെ മക്കൾക്ക് ഒരു ഉമ്മയിലൂടെ, ഒരു കെട്ടിപ്പിടിക്കുന്ന ഒരു ഹഗ്ഗിലൂടെ അവർക്ക് ഇത്തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടുബാക്കോ സിഗരറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിലും നമ്മൾ തന്നെ ഒരു കാരിയറായിട്ട് പോവുകയാണ് കുട്ടികളുടെ അടുത്തേക്ക് ഇത് എടുക്കാനും ഉപയോഗിക്കാനും എല്ലാം ചെയ്യുമ്പോൾ. ഒരു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ വിരലിലുള്ള ഇതെല്ലാം അവർ ഡയറക്റ്റ്ലി ഇൻജസ്റ്റ് ചെയ്യുകയാണ്. അത് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു കാരണമാകാം. ഇതൊരു ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇതിൻ്റെ കൂടുതൽ കണക്കുകൾ പുറത്ത് വരുമായിരിക്കും. അതുപോലെ ഇ സിഗരറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനം, ഇ സിഗരറ്റ്സ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇ സിഗരറ്റ്സ് സേഫ് ആണോ? ഈ സിഗരറ്റ്സ് സേഫ് ആണോ എന്നുള്ളത് നമുക്ക് ഓപ്പൺലി പറയാൻ പറ്റുന്ന തരത്തിൽ ഡേറ്റ അവൈലബിൾ അല്ല. സോ അത് സിഗരറ്റ്സ് സേഫ് അല്ല എന്ന് അസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഈ സിഗരറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബേസിക്കലി നിക്കോട്ടിൻ കണ്ടന്റ് മറ്റ് കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് ഇൻജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ മറ്റ് കെമിക്കൽസ് ഒന്നും അതിലില്ല എന്നുള്ളത്, അത് 0% ആണ് എന്നല്ല, അതിനകത്തും മറ്റ് കെമിക്കൽസ് ഉണ്ട്. പ്ലസ് നിക്കോട്ടിൻ നമുക്ക് എന്താണ് ചെയ്യുന്നത്? അതിലൊരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് കാരണം നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നു. സോ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനേ അല്ല. മാത്രമല്ല ഈ ഒരു ഇ സിഗരറ്റ് ഒരു ഗേറ്റ് വേ പോലെയാണ്. അതിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ട് പറയുന്ന സിഗരറ്റ്സിലേക്കും മറ്റ് ടൊബാക്കോ പ്രൊഡക്ട്സിലേക്കും ഒക്കെ പോകുന്ന ഇഷ്ടം പോലെ അതൊരു പഠനം തന്നെയുണ്ട്. കാരണം ഈ WHO പറയുന്നുണ്ട്, അതായത് ഈ ഇ സിഗരറ്റ്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അവർ മറ്റു ടുബാക്കോ പ്രൊഡക്ട്സിലോട്ട് കൺവേർട്ട് ആവാനുള്ള സാധ്യത 3 times ആണ്. സാധാരണ ഒരു വ്യക്തിയെക്കാട്ടിലും 3 മടങ്ങ് റിസ്ക് കൂടുതലാണ് ഇ സിഗരറ്റ്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ടുബാക്കോ പ്രൊഡക്ട്സിലേക്ക് കൺവേർട്ട് ആവാൻ. അതാണ്. അപ്പോൾ ബേസിക്കലി ഇ സിഗരറ്റ്സ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പല സിനിമകളിലും നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടത്. അത് ഒരു വേപ്പിംഗ് എന്ന് പറയാം. അതായത് ഒരു ചെറിയൊരു ഡിവൈസ് ആയിരിക്കും, ഒരു ബാറ്ററി ഓപ്പറേറ്റർ ആയിരിക്കും. അതിനകത്ത് ടുബാക്കോ ഉണ്ടാവില്ല, പുകയിലുണ്ടാവില്ല, പക്ഷെ നിക്കോട്ടിനും അതിന്റെ ബാക്കിയുള്ള കെമിക്കൽസും ഉണ്ടാവുന്നില്ല. അപ്പം നിക്കോട്ടിൻ മാത്രം അതുകൊണ്ട് മേടിക്കാന്നുള്ളൂ. പക്ഷെ നിക്കോട്ടിൻ ഈ പറഞ്ഞ പോലെ ഡേഞ്ചറസ് തന്നെയാണ്.
അതിന് പല പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റ് കെമിക്കൽസ് അതിനകത്തുള്ള സിഗരറ്റ്സിനകത്തുള്ള മറ്റ് കെമിക്കൽസ് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതിനകത്ത് കാണുന്നത്. സേഫ് ആണ് എന്നുള്ളൊരു ധാരണ ആളുകളിലുള്ളത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, അത് സേഫ് ആണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഈ സിഗരറ്റ് ഞാൻ വളരെ സേഫ്ലി യൂസ് ചെയ്യുന്നു. ആ സേഫ് എന്നുള്ള അതാണ് ഇതിനകത്തുള്ള നമ്മൾ അൺമാസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫാക്ടർ അതാണ് അല്ലേ. കാരണം എന്താണ്, ടുബാക്കോ ഈ സിഗരറ്റ്സ് ഉണ്ടാക്കുന്ന ആരാണ്? ഈ ടുബാക്കോ കമ്പനികൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ടുബാക്കോ ഉപയോഗിക്കാത്ത ആൾക്കാരെ കൂടി ഇതിനകത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു വഴിയായിട്ട് ഞാനത് കാണുന്നുള്ളൂ. സൈക്കിൾ പോലെ ഇവിടെ നിന്ന് ഉപയോഗിക്കുന്നത് ഇത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ നിർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നു. എങ്ങനെ പോയാലും അവർക്ക് പ്രോഫിറ്റ് തന്നെയാണ്. നിക്കോട്ടിൻ ഉണ്ട്. നിക്കോട്ടിനാണ് ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിലെ ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ട് ബാക്കി പ്രശ്നങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ബാക്കി ക്യാൻസർ എല്ലാം ഉണ്ടാക്കാനുള്ള ഒരു റീസൺ നിക്കോട്ടിനാണ്. അപ്പൊ നിക്കോട്ടിൻ ഡയറക്റ്റ് ആയിട്ട് ബോഡിയിൽ എത്തുന്നുണ്ട്. അപ്പൊ അതൊരിക്കലും സേഫ് ഓപ്ഷൻ ആണ്. അത് മാത്രമല്ല, നിക്കോട്ടിൻ പലപ്പോഴും നിക്കോട്ടിൻ കൊണ്ട് ക്യാൻസർ വരില്ല എന്ന് പലരും പറയാറുണ്ട്. ശരിയായിരിക്കാം, പക്ഷേ നിക്കോട്ടിൻ കൊണ്ട് നേരിട്ടുണ്ടാവില്ലെങ്കിലും നിക്കോട്ടിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള നിക്കോട്ടിൻ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതായത് നിക്കോട്ടിൻ നമ്മൾ പുറത്തുണ്ടെങ്കിൽ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മറ്റ് കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിക്കോട്ടിൻ ഡെറിവേറ്റീവ്സ് ഉണ്ടാവും. ഈ ഡെറിവേറ്റീവ്സ് കാർസിനോജൻസ് ആണ്. അതാണ് ഈ തേർഡ് ഹാൻഡ് സ്മോക്കിംഗിലുള്ള ഒരു പ്രശ്നമാണ്. കാരണം നിക്കോട്ടിന്റെ കണ്ടന്റ്സ് എല്ലാം പ്രതലത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇത് മറ്റ് ഇതായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് നിക്കോട്ടിൻ ഡെറിവേറ്റീവ്സ് ഈസ് ഇൻജൂറിയസ് ടു us. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളാണ് ഈ സിഗരറ്റ്സിനെ കുറിച്ച്. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ്, അത് വൺ ഓഫ് ദി ഫാക്ടർ അല്ലേ. നമ്മൾ അൺമാസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഈ സിഗരറ്റ്സ് ആർ നോട്ട് സേഫ്. അതാണ് ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ ഈ പലപ്പോഴും ഈ പുകയിൽ, ഇപ്പം നമ്മളൊക്കെ ഒരു പുക, നമ്മുടെ അടുപ്പിലെ പുകയെ ഒന്ന് ശ്വസിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ചുമയ്ക്കും അല്ലേ, ഭയങ്കരമായിട്ട് ചുമയ്ക്കാറുണ്ട്. പക്ഷേ ഈ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ അങ്ങനെ തുടക്കത്തിൽ ആദ്യമായിട്ട് ചുമയ്ക്കുന്നവരുണ്ട്, പക്ഷെ അല്ലാത്തൊരു ഭയങ്കര കൂളായിട്ട് സ്മോക്ക് ചെയ്യുന്ന കാണുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? അത് ബേസിക്കലി അവർ ബോഡി അഡാപ്റ്റ് ആവുന്നതും അതുപോലെ ഈ പ്ലഷറബിൾ ഇഫക്റ്റ് വരുന്നതും. അപ്പോൾ സാധാരണയുള്ള കോഫ്, റിഫ്ലക്സ് എല്ലാം എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ സബ്സൈഡ് ആവും. പെട്ടെന്ന് അവർ നിർത്തുമ്പം ചിലപ്പോൾ അവർക്ക് നിർത്തുമ്പോഴായിരിക്കും ചിലപ്പം കോഫ് പെട്ടെന്ന് വല്ലാണ്ട് ട്രിഗർ ചെയ്ത് വരുന്നത്. അത് ആ ഒരു മാസ്ക് ചെയ്ത ഇഫക്റ്റ് അത് പിന്നെ സ്ലോലി, പിന്നെ ഇതെല്ലാം സ്ലോ പോയിസൺ പോലെയാണ്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടായിരിക്കില്ല ഈ ഇഫക്റ്റ് ബോഡിയിൽ വരിക. ഇത് നിർത്തിയിട്ട് മെല്ലെ മെല്ലെ റിക്കവർ ആവുന്ന ഫേസിൽ പലർക്കും നിർത്താതിരിക്കാനുള്ള ഒരു റീസണായി പറയുന്നത് ഇത് ഉപയോഗിച്ചില്ലെങ്കിലാണ് എനിക്ക് ബുദ്ധിമുട്ട് കൂടുതൽ എന്നുള്ളത്. ഇതിനകത്ത് ഈ ബോഡി അഡാപ്റ്റ് ചെയ്തതിന്റെ കൂടെ തന്നെ വേറെ കാര്യം പറയാനുള്ള, അതിനും ഈ കമ്പനികളുടെ ഗിമ്മിക്സ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് അവർ ഫ്ലേവറിംഗ് ഏജൻസ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. അതിനകത്ത് ഫ്ലേവറിംഗ് ഏജൻസ് ആഡ് ആയതെന്ന് വെച്ചാൽ നമ്മുടെ ലങ്സിന്റെ കഫ് റിഫ്ലക്സ് ഒന്ന് സപ്രസ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു സൂഥൻ ചെയ്യാനുള്ള ഏജൻസ് ഒക്കെ അവരതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട്. സിഗരറ്റ് ഇൻഗ്രീഡിയൻസ് അതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്മൂത്ത് ആയിട്ട് ഈ പുക ഉള്ളിലോട്ട് പോയി പുറത്തേക്ക് വരാനുള്ള ടെക്നിക്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സിഗരറ്റ് നമുക്ക് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന്, അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ പലപ്പോഴും ഈ ഇന്ത്യയിലുണ്ടോന്ന് അറിയില്ല, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഫ്ലേവേർഡ് സിഗരറ്റ്സ് ഉണ്ട്. അതുപോലെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള, നമ്മൾ കണ്ടു തന്നെ നമുക്ക് അതിൽ അട്രാക്റ്റഡ് ആയി പോകുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് നമ്മൾ അൺമാസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടുത്ത ഫാക്ടർ. അതായത് ഈ സിഗരറ്റ്സ് കഴിഞ്ഞ് അടുത്ത് പറയാനുള്ളത് ഈ പറയുന്ന രീതിയിലുള്ള ഫ്ലേവറിങ് ഏജൻസ് ആൻഡ് സൂത്തനിങ് ഏജൻസ്. നമ്മുടെ ശരീരത്തിനും അതിനെ റിഫ്ലക്സിനെ പോലും സപ്രസ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ ടുബാക്കോയിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ. അതേപോലെ തന്നെ ഈ നിക്കോട്ടിൻ ഗംസ്, അതാണ് മാർക്കറ്റിൽ കാണുന്ന വേറൊരു സാധനം. നമ്മളിപ്പോൾ സിഗരറ്റ് പലപ്പോഴും നമ്മൾക്ക് ഈവൻ കുട്ടികൾക്ക് വിൽക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് ലോസ് ഒക്കെ ഉണ്ട്. ചില ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, ചില ആൾക്കാർ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ നിക്കോട്ടിൻ ഗംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ശില്പയ്ക്ക് എന്താ പറയാനുള്ളത്? നിക്കോട്ടിൻ ഗംസ് ആക്ച്വലി നമ്മൾ തെറപ്യൂട്ടിക്കലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ആക്ച്വൽ ഒരു യൂസിൻ്റെ ഒരു നമ്മൾ പറയുന്ന അതിൻ്റെ ഒരു നീഡ് എന്ന് പറയുന്നത് നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറപ്പിയിൽ ഒരു ടൂളായിട്ട് വർക്ക് ചെയ്യാന്നുള്ള. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫാർമസിയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. പക്ഷെ പ്രോബ്ലം വരുന്നത്, ഇപ്പോൾ നമ്മളൊരു മരുന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു അസുഖമുണ്ട്, ഞാനൊരു മരുന്ന് മേടിച്ചേക്കാൻ ഞാൻ സെൽഫ് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഞാനൊരു ഫിസീഷ്യനെ കാണണം, എക്സ്പേർട്ടിനെ കാണണം. അവരെന്താണ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്, എൻ്റെ ബോഡി, എൻ്റെ മറ്റ് കണ്ടീഷൻസ് എന്തെങ്കിലും മറ്റ് അസുഖങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി എനിക്ക് ചേരുന്ന ഒരു ഡോസേജ് ഡോക്ടർ തരും. ആ ഡോസേജാണ് ഞാനൊരു മരുന്നായിട്ട് കഴിക്കുന്നത്. അതേപോലെ ഉപയോഗിക്കേണ്ടുന്ന ഒരു സാധനമാണ് ഈ നിക്കോട്ടിൻ ഗംസ് അല്ലെങ്കിൽ സ്പ്രേസ്, ലോസഞ്ചസ്, പാച്ചസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
പക്ഷെ അതല്ലാണ്ട് നമ്മൾ പോയിട്ട് ഒരു ഫാർമസിയിൽ പോകുന്നു, എനിക്ക് നിക്കോട്ടിൻ ഗം വേണം, അതിന്റെ ഫാർമസിയിലൊന്നും പോകണ്ട, മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടും. ആ ഒരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പോകുന്നു, നമ്മൾ പറയുന്നത് എനിക്ക് നിക്കോട്ടിൻ ഗം വേണം, അവർ തരുന്നത് ഏത് ഡോസാണെന്ന് നോക്കുന്നില്ല, അതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കുന്നില്ല, എത്ര തവണ ഉപയോഗിക്കണം, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, പാച്ചൊക്കെ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിട്ട് മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ഓവർ ഡോസ് വരുന്നുണ്ടാവും. അപ്പൊ ഇതൊരിക്കലും നമ്മൾ സ്വയം പോയിട്ട് ഉപയോഗിക്കേണ്ടുന്ന സാധനമല്ല. ഫസ്റ്റ് ചെയ്യാനുള്ളത് ഏതൊരു അസുഖത്തിനും നമ്മൾ ഡോക്ടറെ കാണുന്ന പോലെ ഡോക്ടറെ കാണുക, ഇതിൻ്റെ ഒരു എക്സ്പേർട്ട്, ഒരു കൗൺസിലർ അല്ലെങ്കിൽ ടൊബാക്കോ സെസേഷൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ പോയി നമ്മൾ കണ്ട് അവർ നമുക്കത് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാത്രമല്ല ഇത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമായിരിക്കില്ല. അതായത് ഒരാൾ നിർത്താൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് കരുതിയിട്ട് അയാളൊരു നിക്കോട്ടിൻ ഗമ്മോ പാച്ചോ ഉപയോഗിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അയാൾക്ക് അതല്ലാണ്ട് തന്നെ ഇത് ക്വിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ അത് എനിക്ക് വേണ്ടതാണോ എന്നുള്ള ചോദ്യം, പിന്നെ സിഗരറ്റിന് പകരം ഞാൻ ഇത് ഉപയോഗിച്ചേക്കാം എന്നുള്ള തോട്ട്, ഇതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. കറക്റ്റ്. കാരണം ഈ നിക്കോട്ടിൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പല ഫേസസിലാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ വലിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു പേരൻറ്റ് വലിക്കുന്നത് കാണുന്നു, അപ്പോൾ നമുക്കൊന്ന് വലിച്ചു നോക്കാൻ തോന്നുന്നു, ജസ്റ്റ് ഒന്ന് വലിക്കുന്നു അല്ലെങ്കിൽ മുറുക്കുന്നു, ഒഴിവാക്കുന്നു. ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ ഫേസ് ഓഫ് അഡിക്ഷൻ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തെറാപ്പി ഒന്നും വേണ്ടി വരുന്നില്ല. അവർക്ക് ജസ്റ്റ് ഒരു പറഞ്ഞ് മനസ്സിലാക്കി ഒരു കൗൺസിലിംഗ് കൊണ്ട് തന്നെ തീരുന്ന കാര്യമായിരിക്കും. പിന്നെ ഈ അഡിക്ഷൻ സീരിയസ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദേ പ്ലാൻ ടു സ്മോക്ക്. അതായത് ഇപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കരുതും? നമ്മൾ വെള്ളം കരുതും, ഒരു മൊബൈലിൻ്റെ ചാർജർ കരുതും, കുട കരുതും. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അവൈലബിലിറ്റി ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതേപോലെ തന്നെ ദേ സ്റ്റാർട്ട് ടു സ്റ്റോർ സിഗരറ്റ്സ്. അങ്ങനെ വരുമ്പോഴാണ് അതൊരു അഡിക്ഷൻ സീരിയസ് നമ്മൾ കാണുന്നത്. കാരണം അവർക്കത് പോകുന്ന വഴിയിൽ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ നാളെ ഇത് കിട്ടിയില്ലെങ്കിൽ അപ്പോഴാണ് നമ്മളത് കൂടുതൽ സീരിയസ് ആയിട്ട് കാണേണ്ടത് എനിക്ക് തോന്നുന്നു. അഡിക്ഷൻ സറി പറഞ്ഞ പോലെ തന്നെ ഞാൻ അഡിക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ചോദിക്കുമ്പോൾ ഒന്ന് ഈ ഒരു ഉത്തരം, ഞാനിത് പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഞാനിത് കരുതി വെക്കുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തേത്, ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്, അത്തരം സ്ഥലങ്ങളിൽ ഞാൻ പോവാതിരിക്കുന്നുണ്ടോ. അതായത് അവിടെ പോയാൽ എനിക്ക് വലിക്കാൻ പറ്റില്ല. ഒരു തിയേറ്ററിൽ പോയാലും ഞാൻ ഒരു 2-2.5 മണിക്കൂറോളം അവിടെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ സിനിമ കാണുന്നതേ ഒഴിവാക്കി. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അഡിക്റ്റഡ് ആണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഇതൊക്കെ ചെറിയ റെഡ് ഫ്ലാഗ്സ് ആണ് അല്ലേ? അങ്ങനെ ആ തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് അസസ്മെന്റിന്റെ ടൂൾസ് ആണ് ഇതെല്ലാം. നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത്. ഇതിന്റെ ഒരു എക്സ്ട്രീം ഫേസ് ആണ് ഒരു ചെയിൻ സ്മോക്കർ. നമ്മൾ അവരുടെ വായിക്കകത്ത് ചുണ്ടിൽ സിഗരറ്റോ അല്ലെങ്കിൽ വായിക്കകത്ത് പാനോ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു എക്സ്ട്രീം ഫേസ് ആയിരുന്നത്. അപ്പോൾ ഇവരിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള തെറാപ്പികളായിരിക്കും ആവശ്യം വരിക, ഓരോ രീതിയിലുള്ള നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും ആവശ്യം വരിക. അപ്പം ഇതിനകത്ത് പലരും ഈ നിക്കോട്ടിനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ആൾക്കാർ ടൊബാക്കോ കമ്പനികൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരിഞ്ഞ് ഇത് നിർത്തിയാലും അവരുടെ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യുക? നിക്കോട്ടിൻ ഗംസ് കൊണ്ടുവന്നു. നിക്കോട്ടിൻ ഗംസ് കൊണ്ടുവന്നാൽ ആൾക്കാർക്ക് നോക്കാം, നാളെ മുതൽ ഞാൻ നിർത്താൻ പോകണം, നിക്കോട്ടിൻ ഗം കഴിക്കാൻ പോകും. സോ ചിലപ്പോൾ നിക്കോട്ടിൻ ആവശ്യം ചിലപ്പോൾ ഒരു 2 മില്ലിഗ്രാമിൻ്റെ റിക്വയർമെൻറ്റേ ഉണ്ടാവുള്ളൂ. അവർ ചിലപ്പോൾ വാങ്ങിച്ച് കഴിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ 10 മില്ലിഗ്രാം ചിലപ്പോൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടാവും, അറിയില്ല. അപ്പോൾ അവർ കൂടുതൽ അഡിക്ഷനിലോട്ട് കൂടുതൽ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് അല്ലേ? അപ്പോൾ നിക്കോട്ടിൻ ഗംസ് ആണ് നമ്മൾ അൺമാസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടുത്ത ഫാക്ടർ. അപ്പോൾ നിക്കോട്ടിൻ ഗംസ് ആർ നോട്ട് അഡ്വൈസബിൾ. നമ്മൾ നേരിട്ട് പോയിട്ട് സെൽഫായിട്ട് വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു സാധനമല്ല. അത് കമ്പനികളുടെ ഒരു ഗിമ്മിക്ക് തന്നെയാണ്. ഓക്കെ. വേറെ ഈ ക്യാൻസറുകളെ കുറിച്ച്, ലങ്സിലുള്ള ക്യാൻസർ, ടൊബാക്കോ ഉപയോഗിക്കുന്നവർക്കും ടൊബാക്കോ ഉപയോഗിക്കാത്തവർക്കും ലങ്സിൽ ക്യാൻസർ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻസൈറ്റ്, ലങ്സിലെ ക്യാൻസറും ടൊബാക്കോയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ഇൻസൈറ്റ് തരാമോ? ബേസിക്കലി ഈ പറഞ്ഞ പോലെ ടൊബാക്കോയിലുള്ള നിക്കോട്ടിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ള കെമിക്കൽസ്, ഇപ്പം ആർസെനിക്, നിക്കൽ, ഇവരൊക്കെ നമ്മുടെ ജനിതകം, നമ്മുടെ ആ ഡി എൻ എനെ റിപ്പയർ ചെയ്യുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാൽ DNA റിപ്പയർ ആവും. ആ റിപ്പയർ ആവുന്ന പ്രോസസ്സിനെ ഡാമേജ് ചെയ്തിട്ടാണ് ലങ് ക്യാൻസർ പോലെയുള്ള, അതായത് സെൽസ് റിപ്പയർ ആവില്ല. അപ്പോൾ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താണ് ട്യൂമർ പോലെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് സ്മോക്കിംഗ് ഉള്ളവരിലും ഉണ്ട്. അപ്പം കുറേ ആൾക്കാർ, ഇപ്പം നമുക്ക് ഫീമെയിൽ പേഷ്യൻസ് എസ്പെഷ്യലി വന്നിട്ട് അവർ പറയുന്നത്, ഞങ്ങൾ സ്മോക്ക് ചെയ്തിട്ടേ ഇല്ല, ലൈഫ് ലോങ് ഞങ്ങൾ സ്മോക്ക് ചെയ്തിട്ടേ ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ക്യാൻസർ എങ്ങനെ വന്നു എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പം ഒരു ഫാക്ടർ പാസീവ് സ്മോക്കിംഗ്. പിന്നെ നമ്മൾ അല്ലാതെ തന്നെ എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ. ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള കാർസിനോജൻസ്, ഇപ്പോൾ വെഹിക്കിൾ സ്മോക്ക് ആവട്ടെ, ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ആവട്ടെ, കെമിക്കൽ എക്സ്പോഷേഴ്സ് ആവട്ടെ, ഇതെല്ലാം ഈ സെയിം പ്രോസസ്സ്
പ്രോസസ്സ് തന്നെയാണ്. നമ്മുടെ DNA റിപ്പയർ മെക്കാനിസത്തിനെ അഫക്റ്റ് ചെയ്തിട്ട് അപ്പോപ്റ്റോസിസിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ട് നമുക്ക് വരുന്ന പ്രോബ്ലംസ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫാക്ടറി വുഡൻ സ്മോക്ക്, അതും ഈ പറയുന്ന പോലെ കാർസിനോജൻസ് പല രീതിയിൽ വന്നിട്ട് അങ്ങനെ നമുക്ക് ലങ് ക്യാൻസർ വരാനുള്ള. ടൊബാക്കോ മാത്രമല്ല, ടൊബാക്കോ ഒരു വൺ ഓഫ് ദ മേജർ റീസൺ ആണ്. പക്ഷേ ടൊബാക്കോ അല്ലാത്ത ചില ഫാക്ടേഴ്സ് കൊണ്ടും ക്യാൻസർ വരാം അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ടൊബാക്കോ നമുക്ക് അറ്റ്ലീസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. ബാക്കിയുള്ളത് ആക്ച്വലി എൻവയോൺമെന്റിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി ഒരു ഹോളായിട്ട് നമ്മളൊരു സ്റ്റെപ്പ്, വെഹിക്കിൾ യൂസ് കുറയ്ക്കുക, അതുപോലെ വെഹിക്കിൾ സ്മോക്ക് എക്സ്പോഷേഴ്സ് കുറയ്ക്കുക, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് 3-ply മാസ്ക് എങ്കിലും വെക്കുക, അങ്ങനെ അവയർനെസ്. അതേപോലെ വേറൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ പരസ്യങ്ങൾ കൊടുക്കുന്നത്. പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നത്, പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ റോൾ മോഡൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ടൊബാക്കോയുടെ പരസ്യങ്ങളിലൊക്കെ ഇപ്പോൾ IPL നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. IPL ഓരോ ഓർഡറിലും കാണുന്നത് നമ്മൾ പണ്ട് ആരാധിച്ചുകൊണ്ട് തന്ന ഋതിക് റോഷൻ ആയിക്കോട്ടെ, സൽമാൻ ഖാൻ ആയിക്കോട്ടെ, കപിൽ ദേവ് ആയിക്കോട്ടെ, സുനിൽ ഗവാസ്കർ, ഇവരെല്ലാവരും പുകയില തിന്നുന്ന അല്ലെങ്കിൽ ചവയ്ക്കുന്ന ആഡുമായിട്ടാണ് വരുന്നത് അല്ലേ. അത് എത്രത്തോളം നമ്മുടെ കമ്മ്യൂണിറ്റീനെ അഫക്റ്റ് ചെയ്യും? വളരെയേറെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് തന്നെ പറയാം. കാരണം ഇത് ഡയറക്റ്റ് ടൊബാക്കോ അല്ല അവർ ഈ അഡ്വർടൈസ്മെൻറ്റ്സിൽ കാണിക്കുന്നത്, മറ്റ് പല കാര്യങ്ങൾ, അതിപ്പോൾ മൗത്ത് ഫ്രഷ്നർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു മറയ്ക്ക് പുറകിൽ നിന്നിട്ടാണ് ടൊബാക്കോ പ്രൊഡക്ട്സിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. മാത്രമല്ല സെറി പറഞ്ഞ പോലെ നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ റോൾ മോഡൽസ് ആയിട്ട് കരുതിയിട്ടുള്ള ചില ആളുകൾ, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ വളരെ ഹാൻസം ആയിട്ടുള്ള ആളുകളാണെന്ന് വിചാരിക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സോ അവർക്ക് ഉപയോഗിച്ചിട്ടൊരു പ്രശ്നമില്ലല്ലോ എന്നുള്ളൊരു തോട്ട് അൺകോൺഷ്യസ്ലി നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യാം. പിന്നെ കുട്ടികൾ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലുള്ള വൾനറബിൾ ആയിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ കൂടുതൽ ആരാധിക്കുന്ന, അവരെയൊക്കെ ഒരു റോൾ മോഡലായിട്ട് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് ഇതിലേക്ക് പോകാനുള്ള സാധ്യത. അതായത് ഒരു ഫസ്റ്റത്തെ തുടക്കം, അതായത് ഞാനത് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളൊരു തോട്ടിലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് കുട്ടികൾ പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെ, എനിക്ക് തോന്നുന്നു ഈ സെലിബ്രിറ്റീസ് കുറച്ചും കൂടെയൊക്കെ സൊസൈറ്റിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. കാരണം ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഫിനാൻഷ്യൽ അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു സാധാരണക്കാരനെക്കാട്ടിലും കൂടുതൽ ഈ സെലിബ്രിറ്റീസ് ആകുമ്പോൾ അവർ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ആരാധകരോട്, അവരുടെ ഫാൻസിനോട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ, സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ദേ ഷുഡ് ബിഹേവ് ലിറ്റിൽ മോർ റെസ്പോൺസിബിളി, മറ്റുള്ളവരെ ഇതിലോട്ട് ഇതാക്കുക. അതുപോലെ തന്നെയാണ് സിനിമകളിലും കാണുന്നത്. വളരെ വളരെ സട്ടിലായിട്ട് അത് കാണിച്ചു പോകും അല്ലേ. ചിലപ്പോൾ സ്മോക്കിങ്ങിന് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിലത്തെ പറഞ്ഞ ചിലപ്പോൾ ഹീറോന് ഇൻട്രൊഡക്ഷൻ വരുന്നത് ചിലപ്പോൾ ഭയങ്കര സ്വാഗായിട്ട് വരുന്നു. അതിനകത്ത് ആ സ്മോക്ക് പുറത്തേക്ക്, ആ സ്മോക്ക് കാണിക്കുമ്പോൾ തന്നെ അവർ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് കാണിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ കുടിക്കുന്നു. ഇതെല്ലാം ഇൻഡയറക്ട്ലി മെല്ലെ ടീനേജേഴ്സിനെയൊക്കെ പതുക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം അതുപോലെ നടന്നു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ആവുമായിരിക്കും എന്നുള്ളൊരു തോട്ട്, നമ്മുടെ ഒരു വിഷൻ ഓഫ് ഹീറോയിസം എന്ന് പറയുന്നത് വരും. കോൺഫിഡൻസ് അതെ, ഇപ്പൊ നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ നമ്മുടെ പേരൻസിനെ ചിലപ്പോൾ നമ്മുടെ പേരൻസിനോട് നടക്കാൻ, അപ്പൊ നടക്കുമ്പോൾ നമ്മുടെ അച്ഛൻ നടക്കുന്ന പോലെ നമുക്ക് ഫീലിംഗ് വരാം. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതുപോലെ നമുക്കൊരു ഉള്ളിലൊരു ഫീലിംഗ് വരും അല്ലേ. നമ്മൾ അറിയാതെ ഇമിറ്റേറ്റ് ചെയ്ത് പോകും. ആ ഇമിറ്റേഷൻ കുട്ടികൾക്ക് കൂടുതലായിരിക്കും. അത് ചിലപ്പോൾ അവരുടെ ഹീറോ സിനിമയിൽ സ്മോക്ക് ചെയ്യുന്ന കാണുമ്പോൾ അതുപോലെ സ്മോക്ക് ചെയ്ത് നടക്കാൻ ടെൻഡൻസി ഉണ്ടാവും. അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്കത് തടയിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അവിടെ വരുന്ന ഈ പറയുന്ന സെലിബ്രിറ്റീസിൻ്റെ സോഷ്യൽ മോറൽ റെസ്പോൺസിബിലിറ്റി അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആണെന്നുണ്ടെങ്കിലും ആസ് എ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് എങ്ങനെ എൻ്റെ കുട്ടികളെ ഇതിൽ നിന്ന് ഷീൽഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് പാരൻ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ. കാരണം അവിടെ നമുക്ക് കൺട്രോൾ ഉണ്ട്. പുറത്തെ കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. സോ നമുക്ക് കൺട്രോൾ ഉള്ളിടത്തെ ആ കൺട്രോൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ശരിക്കും അത് പേരൻസിന് ഭയങ്കര. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എന്നോട് ഇപ്പോഴും പറയായിരുന്നു സ്മോക്ക് ചെയ്യരുതെന്ന്. അത് എൻ്റെ ആദ്യത്തെ ടൊബാക്കോയ്ക്കെതിരെയുള്ള എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞ അമ്മയായിരുന്നു. കാരണം അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണല്ലോ എന്നറിയില്ല, പക്ഷേ സ്മോക്കിംഗ് ഈസ് നോട്ട് ഗുഡ് എന്നുള്ള ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ അമ്മ അടിച്ചു കയറ്റിയിട്ടുണ്ട്. സോ ഐ വാസ് ഷുവർ ദാറ്റ് ഐ എം നോട്ട് ഗോയിങ് ടു സ്മോക്ക്. ഇതേ കാര്യം ഞാനിപ്പോൾ എൻ്റെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഐ എം ഷുവർ ദാറ്റ് ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് ദേ മൈറ്റ് നോട്ട് സ്മോക്ക്. അതുപോലെ ഓരോ പേരൻറ്റിനും ആ ഒരു റോൾ ഉണ്ടല്ലോ, അവരുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി സ്മോക്ക് ചെയ്യുന്നതിനും അതിൻ്റെ ഹാർംഫുൾ എഫക്ട്സിനേക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും സ്കൂളിലും അതുപോലെ തന്നെ പറയാം. പക്ഷേ പലപ്പോഴും ഞാൻ ഈ സ്മോക്കിംഗ് സെസേഷനെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ പേഷ്യൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ പല പേഷ്യൻസ് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാനിപ്പോൾ ഇത്രയും കാലം സ്മോക്ക് ചെയ്തു, അതിൻ്റെ എഫക്ട്സ് ഒക്കെ എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിർത്തുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് എന്താ പേര്, ഇപ്പോൾ ഈ കാര്യങ്ങളെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ നിർത്തുന്നതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ എന്ത് പറയും? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് വരെ നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട് സ്മോക്കിംഗ് നിർത്തുന്നത് വഴി. ഒരു 1/2 to 2 hours നമ്മുടെ ഹാർട്ട് റേറ്റ്, BP ഒക്കെ നോർമലൈസ് ആവും. ഒരു 12 hours, ആ ഒരു 12 hours മതി. നേരത്തെ പറഞ്ഞ കാർബൺ മോണോക്സൈഡ് പോലത്തെ ആ ഒരു ഗ്യാസ് അത് ശരീരത്തിലേക്ക് എത്താത്തിടത്തോളം എന്ത് ചെയ്യും, അതിൻ്റെ ലെവൽ ശരീരത്തിൽ സ്റ്റെബിലൈസ് ആവുകയും കൂടുതൽ എന്ത് ചെയ്യും, ഫ്രഷ് ഓക്സിജൻ നമ്മുടെ ഉള്ളിലെത്തിയിട്ട് നമ്മുടെ ആ ഒരു ശ്വാസം മുട്ട് ചിലപ്പോൾ ഇമ്പ്രൂവ് ആയി തുടങ്ങുന്ന ആ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 12 hours. അപ്പോൾ അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ട് നമ്മൾ ടൊബാക്കോ നിർത്തിക്കഴിഞ്ഞാൽ. ഒരു 1 to 2 days നമ്മുടെ ആ മൂക്കിലും വായിലും ഒക്കെ ഡാമേജ് ആയി പോയ നെർവ് എൻഡിങ്സ്, ആ നെർവ് എൻഡിങ്സ് മെല്ലെ റീജനറേറ്റ് ആവാനുള്ള, റിക്കവർ ആവാനുള്ള, റീജനറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, റിക്കവർ ആവാനുള്ള ഒരു ഫേസ്, നമ്മുടെ നഷ്ടപ്പെട്ട സ്മെൽ സെൻസേഷൻ, ടേസ്റ്റ് സെൻസേഷനൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു വീക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു സീലിയ, ആ ഒരു പ്രൊട്ടക്റ്റീവ് ഡിഫെൻസ് മെക്കാനിസം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ, അത് തിരിച്ചു വരാൻ അത് മെല്ലെ റിക്കവർ ചെയ്യും. അത് റിക്കവർ ചെയ്യുന്നത് വഴി നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാറ്റടിച്ചാൽ തന്നെ ജലദോഷം വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, മെല്ലെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും, ഡിസീസ് ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഫേസ് നമുക്ക് ലൈഫിൽ കിട്ടും. പിന്നെ നമുക്ക് ഓവർ 1 month ഇപ്പം ക്രോണിക്കായിട്ട് സ്മോക്ക് ചെയ്ത് നല്ല കിതപ്പുണ്ടായിരുന്ന ആൾക്കാരിൽ ആ ഒരു ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തും കോഫും എല്ലാം ഇമ്പ്രൂവ് ആവുന്നത് ഏകദേശം ഒരു 1 month കഴിയുമ്പം മെല്ലെ അവർക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്ത് തുടങ്ങും. പിന്നെ ഒരു ഓവർ 1 year ആകുമ്പോൾ നമുക്ക് ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് നന്നേ കുറഞ്ഞു എന്ന് പറയാം. ഓവർ 10 years ലങ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാം. നന്നായി സ്മോക്ക് ചെയ്തുകൊണ്ടിരുന്നത്, യെസ് ഞാനൊരു 15-20 years നന്നായി സ്മോക്ക് ചെയ്തു, പക്ഷെ ഒരു 10 years നമ്മൾ കംപ്ലീറ്റ്ലി ടൊബാക്കോ അവോയ്ഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ലങ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള റിസ്ക് 50% ആയിട്ട് കുറയും. ഓവർ 15 years പറയുന്നതെന്ന് വെച്ചാൽ ഒരു നോൺ സ്മോക്കറിനും ഒരു സ്മോക്കറിനും ഹാർട്ട് ഡിസീസ് വരാനുള്ള റിസ്ക് ഏകദേശം സെയിമാന്നൊക്കെയാണ് സ്റ്റഡീസ് പറയുന്നത്. കറക്റ്റ്, ഒരു റോഡ് മാപ്പ് തന്നെയാണ്. കാരണം നമ്മൾ സ്മോക്ക് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ 20 minutes അതിൻ്റെ എഫക്റ്റ് കണ്ടു തുടങ്ങും. കാർബൺ മോണോക്സൈഡ് ലെവൽ കുറയുന്നത് മുതൽ ഒരു 15 years കൊണ്ട് യു വിൽ ബി ആസ് നോർമൽ ആസ് എ നോൺ സ്മോക്കർ. ദാറ്റ് ഈസ് എ റിയലി ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു സ്മോക്കിംഗ് നിർത്താനുള്ള ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടൊബാക്കോ സെസേഷന് വേണ്ടിയിട്ട് ഒരാൾ ആഗ്രഹിക്കണം, ഓക്കെ എനിക്ക് നിർത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ, എന്താണ് അവർ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ സ്മോക്കറാണ്, ഐ വോണ്ട് ടു സ്റ്റോപ്പ് സ്മോക്കിംഗ്, വാട്ട് ഷുഡ് ഐ ഡു? സോ ഹെൽപ്പിന് വേണ്ടി റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും ടൊബാക്കോ സെസേഷൻ ക്ലിനിക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് പോയി അന്വേഷിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഈസിയസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ അടുത്തുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എവിടെയാണോ അവിടെ പോയിട്ട് അവിടുത്തെ ടൊബാക്കോ സെസേഷൻ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടുക. മറ്റൊന്ന്, കേരളത്തിലെ വിമുക്തി പ്രോഗ്രാം, ഡി അഡിക്ഷൻ റിലേറ്റ് ചെയ്ത് നടക്കുന്ന വളരെ ഇഫക്റ്റീവ്ലി നടക്കുന്ന ഒരു പ്രോഗ്രാമാണത്. അതിൽ എല്ലാ അഡിക്ഷനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ടൊബാക്കോ അഡിക്ഷനെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സോ വിമുക്തിയുടെ ടോൾ ഫ്രീ നമ്പറിൽ നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള, നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ടൊബാക്കോ സെസേഷൻ ക്ലിനിക്ക് എവിടെയാണ്, ഗവൺമെൻറ് ബേസ്ഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, അത് അവർ സജസ്റ്റ് ചെയ്ത് തരും. നമുക്ക് അവിടെ പോയിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കാം. പലരും ഈ ഒരു കൺസൾട്ടേഷന് പോവാത്തതിൻ്റെ മെയിൻ ഇഷ്യൂ ഇതൊരു ഡി അഡിക്ഷൻ പ്രോസസ്സാണ് എന്നുള്ള പേടിയാണ്. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഒരു ആൽക്കഹോൾ അഡിക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 21 ദിവസത്തെ പ്രോഗ്രാം, 30 ദിവസത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിറ്റായി ഞാൻ കുറേ നാൾ കഷ്ടപ്പെട്ട് എനിക്ക് വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, പിന്നെ എനിക്ക് സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ഇത്തരത്തിലുള്ള കുറേ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ടൊബാക്കോ സെസേഷൻ എസെൻഷ്യലി നമ്മളൊരു ഇൻപേഷ്യൻ്റ് കെയർ ആയിട്ട് അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ട് ചെയ്യേണ്ടുന്ന ഒന്ന് ആവണമെന്നില്ല, ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺസ് അഡിക്ഷൻ. പല അസുഖങ്ങളും പോലെ നമ്മൾ ഡോക്ടറെ ഒപ്പിൽ കാണിച്ച് മരുന്ന് കഴിക്കുന്ന പോലെ ഉണ്ടാവും, അഡ്മിറ്റ് ആയിട്ട് ഐസിയിൽ കിടക്കേണ്ട അസുഖങ്ങളുണ്ടാവും. അതുപോലെ അവിടെ നമ്മൾ പോയി റീച്ച് ഔട്ട് ചെയ്യുക, നമ്മളൊന്ന് അസസ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറപ്പി ഉണ്ട്. അതിനോടൊപ്പം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻസും ഉണ്ട്. അപ്പോൾ പലരും വിചാരിക്കും ഞാൻ നിർത്താൻ തീരുമാനിച്ചു എന്നാൽ പിന്നെ എനിക്ക് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ഞാൻ തന്നെ ചെയ്തേക്കാം എന്നുള്ളത്. അതുകൊണ്ട് മാത്രം നമുക്ക് നിർത്താവുന്ന ഒരു ഹാബിറ്റ് ആവണം എന്നില്ല ടൊബാക്കോൻ്റെത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന കെമിക്കൽസൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു അഡിക്ഷനും അവർ തരുന്ന പ്ലഷറും അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുന്ന സമയത്ത് ബോഡി ഇതിനോട് റിയാക്ട് ചെയ്യുന്നത് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അത് ഫിസിക്കൽ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഭാഗത്ത് കീപ്പ് ചെയ്യാം. അതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാലും
നമ്മുടെ ലൈഫിൽ ഒരു 10 വർഷമോ 15 വർഷമൊക്കെ സ്മോക്കിംഗ് ഹാബിറ്റുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അയാളുടെ ലൈഫിലെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് പോലും ലിങ്ക്ഡ് ആയിരിക്കും ഈ ടൊബാക്കോ ഹാബിറ്റായിട്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ടോയ്ലറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും. അതല്ലെങ്കിൽ ഒരു മാനുവൽ ലേബർ എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം, ഒരു പാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചൂയിങ് ടൊബാക്കോ വായിൽ വെച്ചിട്ടായിരിക്കും അയാൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അയാൾക്ക് അയാളുടെ ഡെയിലി ലൈഫിലെ പല ഹാബിറ്റ്സുമായിട്ട് ലിങ്ക് ചെയ്ത് വന്നിട്ടുള്ള കാര്യമാണ്. അതിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തി ആ റൂട്ട് കോസിനെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കേണ്ടതുണ്ട്. അവിടെ ഈ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ, ട്രിഗർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഇതൊക്കെ ഉണ്ടാവും, അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് സ്വയം ഒരു വിൽ പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്, സപ്പോർട്ട് ഗ്രൂപ്പ്സൊക്കെ പോലെ. നമ്മളെപ്പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും ഈ ഒരു ടൊബാക്കോ അഡിക്ഷൻ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുമായിട്ട് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുന്നതും ആ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന വർക്ക്സും ഇതൊക്കെ നമുക്ക് ഈ ഒരു ഹാബിറ്റിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും അടുത്തുള്ള ഒരു ടൊബാക്കോ സെസേഷൻ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടുക. അവിടുത്തെ പ്രൊഫഷണൽ നിങ്ങളെ അസസ് ചെയ്തിട്ട് നിങ്ങളുടെ അഡിക്ഷൻ്റെ ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ആവശ്യത്തിന് ചേർന്നുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതല്ല, എപ്പോഴും നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന കാര്യമാണ്. ഒരു അസുഖം വന്നാൽ ചികിത്സിക്കുന്ന രീതിയിൽ തന്നെ വേണം എന്നുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ട് എനിക്ക് ഇതിന് അസുഖമാണെന്നും അതിനുള്ള മരുന്നും എടുക്കാതെ ഇത് ഒരു ആദ്യം സെൽഫായിട്ട് നമുക്ക് തോന്നണം, എനിക്ക് നിർത്തണം എന്നുള്ളൊരു ഫീലിംഗ് വരണം. അത് കഴിഞ്ഞാൽ യു ഷുഡ് ടേക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് പോയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിസ്സാരമായിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു ചുയിങ്കമോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റോ കഴിച്ചിട്ട് റെഡിയാക്കേണ്ട സാധനമല്ല ഇതെന്നുള്ളത്. അങ്ങനെയുള്ളവരാണ് പലപ്പോഴും ഫെയിൽ ആവുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ നിർത്താൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എനിക്ക് പറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ശരിയായ രീതിയിലുള്ള തെറപ്പി അവർ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പലപ്പോഴും അസുഖങ്ങൾ, ഇപ്പോൾ ക്യാൻസറൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ക്യാൻസർ രോഗി സഫർ ചെയ്യുന്ന പോലെ തന്നെ ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ് സഫർ ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പം ഒരു ടൊബാക്കോ സെസേഷന് വേണ്ടിയിട്ടുള്ള ഒരു തെറപ്പിക്കകത്ത് ഈ ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്? ഇവരോട് ജീവിക്കാനും ഇവരുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്, ടൊബാക്കോ ഉപയോഗിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം പോയിന്റാണ്, ഒരു അസുഖമായിട്ട് നമ്മൾ കണക്കാക്കാമെന്ന് വിചാരിക്കുക. അതൊരിക്കലും അവരുടെ തെറ്റല്ല അല്ലെങ്കിൽ ഒരു കുറ്റമല്ല. പലപ്പോഴും അത് ഞാൻ ശ്രദ്ധിക്കും. കാരണം പലപ്പോഴും നമ്മൾ സ്കൂളുകളിലൊക്കെ പോയി ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാൻ ഒരുത്തിനെ പൊക്കി, അതായത് വലിക്കുന്ന കണ്ട് ഞാൻ പൊക്കി. അതെന്തൊരു ക്രൈം ചെയ്ത പോലെ ആ കുട്ടീനെ എക്സ്പോസ്ഡ് ആക്കുമ്പോൾ ആ കുട്ടിക്ക് നാണക്കേട് വരുന്ന രീതിയിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അത് ഒരു തെറ്റോ ഒരു കുറ്റമാണോ നമ്മൾ പറയുന്ന സമയത്ത് അവരൊരു പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല, കുറ്റപ്പെടുത്തൽ മാത്രം നടത്തുന്നത്. ആ കുറ്റപ്പെടുത്തൽ പലരും പറയുന്ന ഒരു കാര്യം, സ്ട്രെസ്ഡ് ആകുമ്പോഴാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നത്. സോ ഈ കുറ്റപ്പെടുത്തൽ ഈ സ്ട്രെസ്സിനെ കൂട്ടുന്നു, സ്ട്രെസ്സ് കൂടുമ്പോൾ സിഗരറ്റ് കൂടുന്നു എന്നുള്ളൊരു ലെവലിലേക്ക് അത് മാറും. ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മളെ തന്നെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു തെറ്റല്ല, മോശമായിട്ടുള്ളൊരു ഹാബിറ്റാണ്. ഓഫ് കോഴ്സ് അത് നമ്മുടെ ബോഡിക്ക് നല്ലതേ അല്ല. നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതിനൊപ്പം തന്നെ ഒരു കുറ്റമായിട്ട് നമ്മൾ കണക്കാക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കുറ്റക്കാരായിട്ട് കണക്കാക്കാണ്ടിരിക്കുക. ഇത് നിർത്തണം എന്നുള്ളത് അവരുടെ ഉള്ളിൽ തോന്നേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് തോന്നിപ്പിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഫസ്റ്റ് നമുക്കൊന്ന് ചോദിക്കാം. നീ ഇത് വലിക്കുന്നുണ്ട്, നീ ഇത്ര ചെയ്യുന്നുണ്ട്, നീ ഒരു അഡിക്റ്റാണ് എന്ന് മുദ്ര കുത്തുന്നതിന് പകരം ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. എങ്ങനെയാണ് തുടങ്ങിയത്, ഇതെന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്, ഇതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ്സ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് ഇത് നിർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഉപയോഗിക്കുന്ന ആളുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അയാൾക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും നിർത്തണം എന്നുള്ളത്, ചിലപ്പോൾ നിർത്താൻ പറ്റാത്തതിൻ്റെ പല കാരണങ്ങളും അയാളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അത് ചർച്ച ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രൊഫഷണലിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ എന്നുള്ളൊരു പ്രശ്നവുമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഫസ്റ്റ് അവരോട് ഇതിനെപ്പറ്റി സംസാരിക്കുക, അവരെ അഡ്വൈസ് ചെയ്യുക, അതിനുശേഷം ഒരു പ്രൊഫഷണലിൻ്റെ അടുത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. യെസ്. അപ്പോൾ ബേസിക്കലി നമ്മളെ ഒരു സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കുന്നത് തെറ്റാണ്, പക്ഷെ ഒരു കുറ്റമല്ല. അപ്പോൾ നമ്മൾ അവരെ
നമ്മൾ അങ്ങനെ ആരെയും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പേരൻസ് അവരുടെ മക്കൾ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ എക്സ്പോസ് ചെയ്ത് അവർക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലല്ലാതെ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കെയർ ഗിവറുടെ അല്ലെങ്കിൽ പേരൻ്റ് അല്ലെങ്കിൽ ടീച്ചറുടെ ഒരു ഉത്തരവാദിത്തം അല്ലേ. അതാണ് അതിൻ്റെ. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഈ കൗൺസിലിംഗ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരെയും ഒരേ രീതിയിൽ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയല്ല. അത് നമ്മൾ ഒരു പല ഗ്രേഡ് വെച്ചിട്ട് നമ്മളൊരു ഏജ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 വയസ്സിൽ 15 വയസ്സുള്ള കുട്ടീനെ കൗൺസിൽ ചെയ്ത പോലെ ആവണമെന്നില്ല ഒരു 60 വയസ്സുള്ള ഒരു വ്യക്തിനെ കൗൺസിൽ ചെയ്യേണ്ടത്. ചിലപ്പോൾ ചെറിയ കുട്ടികളോട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് അസുഖം, ഇത് വലിച്ച അസുഖം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ശരിയാവുമായിരിക്കും. അതേപോലെ തന്നെ ഒരു ടീനേജേഴ്സിന് ചിലപ്പോൾ അതുപോലെ പറഞ്ഞാൽ പോലെ ഇത് പറഞ്ഞ അസുഖം വരുന്നു പറഞ്ഞാൽ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ ലുക്സ് അവരുടെ ഗ്ലാമറിനെ ബാധിക്കും, അല്ലെങ്കിൽ ചുണ്ടിലെ കറുപ്പ് വരും, അല്ലെങ്കിൽ സ്റ്റെയിൻസ് വരും, വായനാറ്റം വരും എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗേൾ ഫ്രണ്ടിനെ കിട്ടില്ല. ചിലപ്പോൾ അതിന് ചിലപ്പോൾ അവർ കുറച്ചും കൂടെ അതിൽ മോട്ടിവേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ ഒരു യങ് അഡൽട്ട്, അതായത് ഒരു 25-30 ഇയേഴ്സിൽ വരുമ്പോൾ ചിലപ്പോൾ അവരോട് നമ്മൾ കൂടുതൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച് അവർ കുറച്ചും കൂടി സേവിങ്സിനെ കുറിച്ചൊക്കെ ഏൺ ചെയ്യുന്ന, അപ്പോൾ അവരോട് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ഫിനാൻഷ്യൽ ബേർഡിനെ കുറിച്ച് പറയാം. അതേപോലെ കുറച്ചും കൂടെ 40 ഇയേഴ്സ് എത്തുമ്പോൾ അവർ കുറച്ച് ഫാമിലി ആയിട്ടുണ്ടാവും. അപ്പോൾ അവർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പാസീവ് സ്മോക്കിംഗ് കൊണ്ട് കുട്ടികൾക്കും അവരുടെ ഫാമിലിക്കുമുള്ള ഹെൽത്ത് ഹസാർഡ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. കുറച്ചും കൂടെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ 60-70 ഇയേഴ്സ് ആണെങ്കിൽ അവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളും അതുമൂലം അവരുടെ ഫാമിലിക്ക് ഉണ്ടാകാൻ പോകുന്ന ബേർഡിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പം അതേപോലെ തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം നമുക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു യങ്സ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ദിവസം 100 രൂപയ്ക്കുള്ള സിഗരറ്റ് വലിക്കുക, ഒരു പാക്കറ്റ് സിഗരറ്റ് 100 രൂപയാണെന്ന് വിചാരിക്കുക. 100 രൂപയ്ക്ക് നമ്മൾ വലിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു മാസം 3000 രൂപ സിഗരറ്റ് സ്മോക്കിങ്ങിന് വേണ്ടി ചിലവാക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒരു 20 ഇയേഴ്സിൽ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് 50 ഇയേഴ്സ് ആകുമ്പോഴേക്കും 30 ഇയേഴ്സ് ഓഫ് ഡ്യൂറേഷനിൽ അവർ ഏകദേശം 11 to 12 lakhs rupees ഈ സ്മോക്കിങ്ങിന് വേണ്ടി മാത്രം ചിലവാക്കിയിട്ടുണ്ടാവും. നേരെ മറിച്ച് ഈ മാസമുള്ള ഈ 3000 രൂപ സിഗരറ്റ് വലിക്കുന്നതിന് പകരം അത് പ്രോപ്പറായിട്ടൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഈ 30 ഇയേഴ്സിൽ that amount will compound to 1 crore rupees. Can you believe that? അതായത് you are becoming a crorepati just by not smoking. അത് യങ്സ്റ്റേഴ്സിന് ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് അങ്ങനെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യുക. സ്മോക്കിംഗ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്മോക്ക് ചെയ്യാൻ ചിലവാക്കാൻ പോകുന്ന പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരിക്കും. ഡെയിലി ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ പിന്നെ നമുക്ക് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യായിപ്പോ അല്ലേ. ആ പൈസ സ്മോക്കിന് ഉപയോഗിക്കുന്ന പൈസ ഇതിനു വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ടൊബാക്കോ കമ്പനികളുടെ മാർക്കറ്റിംഗ് ടെക്നിക്സിനെ നമ്മൾ അൺമാസ്ക് ചെയ്യുക എന്നുള്ള മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ടൊബാക്കോയുടെ ഹാർംഫുൾ എഫക്ട്സിനെ സംസാരിച്ചു. അപ്പം നമുക്ക് പബ്ലിക്കിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ടൊബാക്കോയുടെ അഡിക്ഷൻ്റെ പല ഫേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചെറിയൊരു പരീക്ഷണം മുതൽ എക്സ്ട്രീം ചെയിൻ സ്മോക്കർ വരെയുള്ള. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫേസ് 0 നിൽക്കാൻ ശ്രമിക്കുക. അതായത് ടൊബാക്കോ ടേസ്റ്റ് ചെയ്യാൻ പോലും ശ്രമിക്കാതിരിക്കുക. കാരണം അതിലേക്ക് ആ ഒരു വലയത്തിൽ പെട്ട് കഴിഞ്ഞാൽ പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫേസ് 0 നിൽക്കുക, സ്റ്റേ ഹെൽത്തി. അതുപോലെ തന്നെ പേരൻസിനോടും ടീച്ചേഴ്സിനോടും നിങ്ങളുടെ കുട്ടികളോടോ സ്റ്റുഡൻസിനോടോ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക. ഫാമിലിയിലാണെങ്കിലും ക്ലാസ് റൂമിലാണെങ്കിലും സംസാരിക്കുക. ഈ ടൊബാക്കോനെ കുറിച്ചും അതിൻ്റെ ഹാർംഫുൾ എഫക്ട്സിനെ കുറിച്ചും ഓപ്പണായിട്ട് സംസാരിക്കുക. ദാറ്റ് വിൽ മേക്ക് ആൻ എഫക്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസോ ടൊബാക്കോ ഉപയോഗിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താതെ, അവരെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാതെ അവർക്ക് അതിന് പുറത്തു വരാനുള്ള ഒരു ഹെൽപ്പിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ സ്റ്റേ away from tobacco, lead a healthy and safe life. Thank you very much.